MBBS, BDS അടക്കം മെഡിക്കൽ കോഴ്സുകളിൽ പ്രവേശനത്തിനുള്ള ദേശീയ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിന്റെ നീറ്റ് യുജിയുടെ ചോദ്യപേപ്പർ ചോർന്നതായി സംശയം. മെയ് 3-നായിരുന്നു പരീക്ഷ നടന്നത്. രാജസ്ഥാൻ സിക്കാറിലെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിച്ച ചോദ്യാവലി യഥാർത്ഥ ചോദ്യപേപ്പറിലെ ചില ഭാഗങ്ങൾക്ക് സമാനമാണെന്നതാണ് സംശയമുയരാൻ കാരണം. നീറ്റ് പരീക്ഷയിലെ 720 ചോദ്യങ്ങളിൽ 600 എണ്ണമാണ് ചോദ്യാവലിയിലേതുമായി സാദൃശ്യമുള്ളതെന്ന് രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതാണോ അതോ ചോദ്യപേപ്പർ ചോർന്നതാണോ എന്ന സംശയത്തിലാണ് അധികൃതർ. നീറ്റ് പരീക്ഷയ്ക്ക് 2 ദിവസം മുൻപാണ് സിക്കാറിൽ ചോദ്യാവലി പ്രചരിച്ചത്. 20,000 മുതൽ 2 ലക്ഷം രൂപയ്ക്ക് വരെയാണ് ഇത് വിറ്റഴിച്ചത്. പരീക്ഷയ്ക്ക് മുൻപ് ഏകദേശം 30,000 ചോദ്യാവലികൾ വിറ്റുപോയിരുന്നു. കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന രാജസ്ഥാനിലെ ചുരു സ്വദേശിയായ MBBS വിദ്യാർത്ഥിയാണ് ചോദ്യപേപ്പർ ചോർത്തിയതെന്നാണ് രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത്. സിക്കാറിലെ ഒരു സുഹൃത്തിനാണ് മെയ് 1-ന് ഇയാൾ ചോദ്യാവലി കൈമാറിയത്. തുടർന്ന് പേയിങ് ഗസ്റ്റ് താമസസ്ഥലങ്ങൾ, കോച്ചിംഗ് സ്ഥാപനങ്ങൾ, നീറ്റിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കിടയിൽ പ്രചരിക്കുകയായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് 300-ലധികം കൈയെഴുത്ത് ചോദ്യങ്ങളാണ് ചോദ്യാവലിയിലുണ്ടായിരുന്നത്. ചോദ്യാവലിയിലെ മുഴുവൻ കൈയക്ഷരവും ഒന്നായിരുന്നു. സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ചോദ്യാവലി പങ്കുവച്ചിരിക്കുന്നത്. ഇതിന്റെ കോപ്പികൾ നേരിട്ടും കൈമാറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ഒരു പേയിങ് ഗസ്റ്റ് താമസസ്ഥലത്തിന്റെ ഉടമയും ചോദ്യാവലി പങ്കുവച്ചതായി കണ്ടെത്തി. ഇതിനുശേഷം ഇയാൾ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ ഇത് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനാണെന്നാണ് സംശയം. രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെ അന്വേഷണത്തിന് ശേഷം വിഷയത്തിൽ നടപടി സ്വീകരിക്കാനുള്ള നീക്കത്തിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി.